മലയാളിയായ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ നാളെ കർദിനാളായി ഉയർത്തും. വത്തിക്കാനിലാണ് ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുക. സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ നിയമനത്തോടെ കർദിനാൾ പദവിയിലേക്ക് മൂന്നാമതൊരു മലയാളി കൂടി എത്തുകയാണ്. റോമിലെ പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക് അക്കാദമിയിൽ നിന്നും നയതന്ത്ര സേവനത്തിനുള്ള പരിശീലനം സിദ്ധിച്ച മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാട് 2006 വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ ചേരുന്നത്. 2020 വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചേർന്ന 51-കാരനായ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാട് 2021 മുതൽ മാർപ്പാപ്പയുടെ ലോകമെമ്പാടുമുള്ള അപ്പസ്തലിക യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തമാണ് കൈകാര്യം ചെയ്യുന്നത്. അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്റാറിക്ക, വെനസ്വേല എന്നിവിടങ്ങളിലെ അപ്പസ്തലിക് നൻഷിയേച്ചറുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1973 ഓഗസ്റ്റ് 11 ജനിച്ച കൂവക്കാട് 2004 ജൂലൈ 24 വൈദികനായി അഭിഷിക്തനായത്. ചങ്ങനാശ്ശേരി മാമൂട്ട് ലൂർദ് പള്ളി ഇടവക അംഗമാണ് നിയുക്ത കർദിനാൾ. 2023 സെപ്റ്റംബറിൽ ജോർജ് കൂവക്കാടിന്റെ മുത്തശ്ശിയായ 95 വയസ്സുകാരി ശോശാമ്മ ആന്റണിയുമായി മാർപ്പാപ്പ വാട്സപ്പ് വീഡിയോ കോളിൽ സംസാരിച്ചത് വാർത്തയായിരുന്നു. 2022 ജൂലൈയിൽ കാനഡയിൽ യാത്ര ചെയ്യവെയാണ് കോവിഡ് ബാധിതയായ തന്റെ മുത്തശ്ശിയെപ്പറ്റിയുള്ള ആശങ്ക മാർപ്പാപ്പയുമായി ജോർജ് കൂവക്കാട് പങ്കുവച്ചത്. ഇതേ തുടർന്ന് മുത്തശ്ശിയുടെ ആരോഗ്യ വിവരങ്ങൾ കൂവക്കാടിനോട് മാർപ്പാപ്പ ഇടയ്ക്കിടെ തിരക്കുമായിരുന്നു. 2023 മംഗോളിയയിലേക്കുള്ള യാത്രക്കിടെയാണ് മാർപ്പാപ്പ ശോശാമ്മ ആന്റണിയുടെ മകൻ ഫാദർ തോമസ് കല്ലുകളവുമായി വീഡിയോ കോളിലെത്തി ശോശാമ്മയുമായി സംസാരിച്ചത്. 4 മിനിറ്റ് നീളുന്ന ഈ കോളിൽ മാർപ്പാപ്പ ജോർജ് കൂവക്കാടിനെ നല്ല മനുഷ്യനായി വളർത്തിയ ശോശാമ്മയെ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു. 2 കർദിനാൾമാരാണ് നിലവിൽ കാത്തോലിക്ക സഭയിൽ കേരളത്തിൽ നിന്നുള്ളത്. സിറോ മലബാർ സഭയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരിയും മലങ്കര കാത്തോലിക്ക സഭയിൽ നിന്നുള്ള കർദിനാൾ ബസേലിയസ് ക്ലെമിസ് ബാവയും. മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ നിയമനത്തോടെ മൂന്നാമതൊരു മലയാളി കർദിനാളിനെ കൂടി കാത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24.